ഹായ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന രണ്ട് ബാഗുകൾ നല്ല ഭംഗിയുള്ള രണ്ട് ബാഗുകളാണ്. ഇത് ഡെമലിയ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ബാഗുകളാണ് രണ്ടും. ഒരു ലക്ഷറി ബാഗ് എന്ന് വേണമെങ്കിൽ പറയാം. മിഡ് റേഞ്ച് ലക്ഷറിയിൽ കൂട്ടാൻ വേണമെങ്കിൽ. അപ്പോൾ ഇത് വന്നത് രണ്ടിനും ഓരോ പ്രൊട്ടക്ഷനായിട്ടുള്ള ബാഗ് ഇതിലുണ്ട്. അപ്പോൾ ഇത് അവരുടെ പാരീസ് കളക്ഷനിലുള്ള ബാഗാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോൺട്രിയൽ എന്ന് പറഞ്ഞ കളക്ഷനിലുള്ളതാണ് ഈ ബാഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ പറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് അവരുടെ നാനോ മോൺട്രിയലാണ്. അപ്പോൾ ഇത് അവരുടെ ഒരു ഫേമസ് ബാഗാണ്. കാരണം എന്താ വെച്ചാൽ കേറ്റ് മിഡിൽട്ടൺ പല ഒക്കേഷനിലായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബാഗാണ് ഇത്, നാനോ മോൺട്രിയൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈസ് ബിഗ് ലോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഓപ്പൺ അപ്പ്. ബട്ട് ദ സൈസ് വൈസ് ഇത് വളരെയധികം ചെറിയ ഒരു ബാഗാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ഫോൺ, ഒരു ചെറിയൊരു പേഴ്സ് അത്രേ ഇതിൽ കൊള്ളാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നമുക്ക് ടോപ്പ് ഹാൻഡിലായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു 2 റിങ് കാണാം. ഇത് ക്ലോസ്ഡ് ആണ്, നോക്കട്ടെ. ഓക്കെ, അത് നമുക്ക് തുറന്നു കഴിയുകയാണെങ്കിൽ ഈ ഒരു സ്ട്രാപ്പ് കൂടെ അറ്റാച്ച് ചെയ്യാം. അതുപോലെ ഇപ്പുറത്ത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ബോഡി ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിനിവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സൈസും അതനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈസിലി ഓപ്പൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ബാഗ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സ്റ്റൈലിഷ് ബാഗാണ്. പിന്നെ ഇങ്ങനെ പിടിച്ചു പോകാനായിട്ടും അതുപോലെ തന്നെ ക്രോസ് ബോഡി ഓപ്ഷൻ ഉള്ളതാണ്. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം അത് കാണാൻ പറ്റുന്നതാണ്, അത് ഇരിക്കില്ല ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് കാണിക്കാൻ പറയുകയാണെങ്കിൽ അത് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ. കാരണം ഇതിൻ്റെ ഇവിടെ ഫ്ലാറ്റ് അല്ല, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ലോക്ക് കുറച്ച് ഹെവിയാണ്. അപ്പോൾ അത് കാരണമായിരിക്കും ഇത് ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഈ മോൺട്രിയൽ ബാഗ്. പിന്നെ ഇതിൻ്റെ തന്നെ വേറെ നിങ്ങൾക്ക് കുറച്ച് വലിയ സൈസ് വേണം ഓർ ക്ലച്ച് പോലത്തെ വേണമെങ്കിലും അവരുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. ഈ നാനോ സൈസിൽ എനിക്ക് തോന്നുന്നു ഈ കളർ മാത്രമേ അറ്റ് പ്രസൻറ്റ് വെബ്സൈറ്റിലുള്ളൂ. മുമ്പുണ്ടായിരുന്നു, എനിക്കറിയില്ല. പക്ഷേ ക്ലച്ചും പിന്നെ വേറെ കുറച്ചും കൂടി ഒരു വലിയ സൈസിലുള്ള ഒരു ബാഗ് ഡിഫറെൻറ്റ് കളേഴ്സും സ്യൂഡ് കളറിലും സ്യൂഡ് ലെതറിലും എനിക്ക് കിട്ടും. പിന്നെ ഇതാണ് അവരുടെ പാരീസ് കളക്ഷനിൽ വരുന്നത്. ഇത് അവരുടെ സ്മോൾ സൈസാണ്. പക്ഷേ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്ന ക്ലച്ചിലും മിഡി സൈസിലും ഉണ്ട്. ഇതും ഒരു ടോപ്പ് ഹാൻഡിലായിട്ട് യൂസ് ചെയ്യാം. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോപ്പി റെഡ് കളറാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കാം. ഇതിൽ മാറ്റി കഴിയുകയാണെങ്കിൽ രണ്ട് ഇൻറ്റീരിയർ പോക്കറ്റ് ഉണ്ട്. പോക്കറ്റ് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള 2 സ്പേസ് ഉണ്ട്. പിന്നെ അത് പോരാതെ ഒരു സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഇൻറ്റീരിയർ പോക്കറ്റും കൂടി ഉണ്ട്. ഇവിടെ ഫ്ലാപ്പ് സെയിം കളറാണ്, പക്ഷേ ഉള്ളിൽ അതിൻ്റെ ബ്ലാക്ക് ആയിട്ടുള്ള ലൈനിങ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ടോപ്പ് ഹാൻഡിലായിട്ടും അതുപോലെ തന്നെ 2 റിങ്ങുകൾ ഇവിടെ വളരെ 2 ചെറിയ റിങ്ങുകളാണ്. പക്ഷേ നമുക്ക് ഈ സ്ട്രാപ്പ് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. This side I can try. ഇത് കുറച്ച് സൈസ്, ഈ റിങ്ങിൻ്റെ സൈസ് ഒരല്പം കുറവാണ്. അത് കാരണം അത് കുറച്ച് അറ്റാച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. പക്ഷേ നമുക്കത് അറ്റാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ.
അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രാപ്പ് ഉള്ളത്. ഇതും ഈ സ്ട്രാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ഒരു ഫീറ്റ് ഉണ്ട്, അത് ഈ ബാഗിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റിയ 4 ഫീറ്റുകൾ ഇതിനുണ്ട്. ജസ്റ്റ് കവേർഡാണ്, പക്ഷേ ഭംഗിയുള്ള ഹാർഡ്വെയർ ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ 2 ബാഗുകളും നിങ്ങൾക്ക് ഇവരുടെ ഡെമലിയോ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കളേഴ്സും സ്യൂഡ് കളറിലുള്ളതും സ്യൂഡ് ലെതറിലുള്ളതും ഓർ ഇങ്ങനെയുള്ള ഒരു മിനുസുള്ള ഒരു ലെതറിലുള്ള നമുക്ക് ബാഗുകൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.